വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നു മുതൽ നമ്മൾ SCERT പാഠഭാഗങ്ങൾ പഠിക്കുകയാണ്. അതിൽ ന്യൂ SCERT, പുതിയ SCERT പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം പഴയ SCERT പുസ്തകങ്ങൾ പുതിയ SCERT പുസ്തകങ്ങൾക്ക് ശേഷം പഠിക്കാം. പഴയതിലുള്ളതും കൂടി പുതിയതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടുതൽ പുതിയതിൽ വേറെ കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ SCERT പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ 100 ദിവസത്തെ LGSന്റെ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള യജ്ഞം നമ്മൾ കംപ്ലീറ്റഡ് ആയി. അങ്ങനെ സിലബസ് നമ്മൾ 2 ദിവസം മുമ്പ് കംപ്ലീറ്റഡ് ആക്കി. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നു മുതൽ നമുക്ക് എന്ത് തുടങ്ങാം, SCERT പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാന്ന്. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാണ്. അതിനു മുമ്പ് ഞാൻ ടെലഗ്രാം ചാനലില് ദശാംശ സംഖ്യകള് ഭിന്നസംഖ്യകള് എന്ന് പറഞ്ഞ് 2 ഭാഗങ്ങളിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങള് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾ പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പ് കുറേ അധികം കണക്കുകൾ അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനായിട്ട് വളരെയധികം ഉപകാരമാവും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എന്താന്ന് പറഞ്ഞു, സോഷ്യൽ സയൻസ് ആണ്. എട്ടാം ക്ലാസ്സിലെ ന്യൂ SCERT സോഷ്യൽ സയൻസ് ബുക്കാണ്. അതിൽ 2 ചാപ്റ്ററുകൾ, അതായത് നമ്മള് ഇവിടെ അധിനിവേശവും ചെറുത്തുനിൽപ്പും അല്ലെ, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററും, ഈ 2 ചാപ്റ്ററും നമുക്ക് പഠിക്കണം. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നീ 2 മൊഡ്യൂളുകൾ നമ്മുടെ ആധുനിക ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കുണ്ട്. അതിൽ വരുന്നതാണ് ഈ അധിനിവേശവും ചെറുത്തുനിൽപ്പും, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ അധിനിവേശവും ചെറുത്തുനിൽപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതാണ് നമ്മൾ പഠിക്കണേ. ശരിക്കും നമുക്ക് വായിച്ച് ഓരോ പോയിന്റുകളായിട്ട് പഠിക്കാം. കുറച്ച് ക്ലാസ് നീണ്ടുപോകും, കാരണം ഒരു ചെറിയ ടോപ്പിക്ക് വായിച്ച് തീർക്കണ പോലെയല്ല. ഇത് നമ്മളൊരു ചാപ്റ്റർ മുഴുവൻ വായിച്ച് തീർത്ത് അതിന്റെ പ്രധാന ടോപ്പിക്കുകൾ പറയാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈ ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു. എന്താണ് അപ്പൊ ഈസ്റ്റ് ഇൻഡീസ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് അവരുടെ കപ്പൽ വ്യൂഹത്തെ അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്? അവിടെ അവർക്ക് എന്ത് നടത്താനായിട്ട്? കച്ചവടം നടത്താനായിട്ട്. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, അതുപോലെ തന്നെ ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ട് എവിടേക്ക് മടങ്ങിയെത്തുകയാണ്? ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോ ഇത് വളരെ വിജയമായി. ധാരാളം ഇവർക്ക് എന്താ പറയാ, ഇവരുടെ നാട്ടിലില്ലാത്ത പല ഉൽപ്പന്നങ്ങളും കിട്ടാൻ കാരണമായി. അപ്പൊ ഇവര് എന്താണ്, 2ാമത്തെ ദൗത്യം ആരംഭിക്കുകയാണ്. 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. അപ്പൊ 2ാം ദൗത്യത്തില് ഹെക്ടർ, അതുപോലെ തന്നെ സൂസൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ. ഹെക്ടർ, സൂസന്, അതുപോലെ തന്നെ അസെൻഷൻ, ഡ്രാഗൺ എന്നിവ 4 കപ്പലുകളാണ്. ആ എന്താ പറയുന്നത്, ആദ്യം ഹെക്ടറും സൂസനും പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലില് ഉഴറി നടക്കുകയായിരുന്ന കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും 1606 മെയ് മാസത്തിൽ കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക എന്നിവ നിറച്ച കപ്പലുകൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക എന്നിവ നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. അപ്പൊ കണ്ടോ, 5% മാത്രമേ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1601 തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ ഭൂപ്രദേശങ്ങളിലേക്ക് അവരുടെ വ്യാപാരം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കപ്പലുകൾ അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ തുടങ്ങിയവയായിരുന്നു. 1ാമത്തെ ഘട്ടം 1601 തുടങ്ങി. 2ാം ദൗത്യം അവർ ആരംഭിച്ചത് 1604 അവർ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ പറയുന്നത്, എന്തൊക്കെയാണ് വ്യാപാരത്തിൽ ഏർപ്പെട്ടത്? കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയവയാണ്. അത്തരം സുഗന്ധ വ്യഞ്ജനങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്ക് പ്രദേശങ്ങളിലേക്ക് വ്യാപാരത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത്
എന്താ ഇന്ത്യ അടക്കി ഭരിച്ച നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര ശ്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? അതായത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും വളരെയധികം, കപ്പൽ നിർമ്മാണത്തിലായിക്കോട്ടെ കപ്പൽ യാത്രയിലായിക്കോട്ടെ അതിന്റെ സാങ്കേതിക വിദ്യയിൽ അവർ വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നല്ല പരിജ്ഞാനം അവർക്കുണ്ടായിരുന്നു. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, അതുപോലെ തന്നെ ഭൂപട നിർമ്മാണം എന്നിവയിൽ അവർ വളരെയധികം പുരോഗതിയിലെത്തി. പുതിയ പ്രദേശത്തെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായി. യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, കാരണം യൂറോപ്പിൽ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല, അപ്പൊ കുരുമുളക് അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. കൂടാതെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഇതൊക്കെ തന്നെ ഇത്തരം എന്താണ് അവരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് എന്താ പറയുന്നത്, പ്രേരിപ്പിച്ചു. എന്താണ്? അവർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലൊക്കെ വിദഗ്ധരായിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നു. ദിശ കണ്ടെത്താനുള്ള കോമ്പസും ഭൂപട നിർമ്മാണത്തിലൊക്കെ അവർ വളരെ പുരോഗതിയിലെത്തിയിരുന്നു. സഞ്ചാരികളുടെ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാപാര സാധ്യതകളെ കുറിച്ച് അവർ മനസ്സിലാക്കി. യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തില് എന്താണ് നല്ല സാധ്യത അവർ മനസ്സിലാക്കി. കൂടാതെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് എന്നാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ? വർഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 1453. ഇനി ഈ പെട്ടികളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങള് PSC പരീക്ഷകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് എപ്പോഴും PSC പരീക്ഷകൾക്ക് SCERT പെട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കിയേ. യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള പ്രധാന പ്രദേശമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കടൽ മാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പൊ തുർക്കികൾ അല്ലെ, നേരത്തെ പടിയും പറഞ്ഞു, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി 1453. ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യര് നിർബന്ധിതരാകുകയാണ് കേട്ടോ. ഇനിയപ്പോ അടുത്ത നമ്മൾ പറയാണ് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മൾ പറയണത്. അപ്പൊ നമ്മൾക്കറിയാം പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര്, അങ്ങനെ പല വിദേശ ശക്തികളും എവിടേക്ക് വരികയാണ്? ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ അവർ ഓരോരുത്തരും എങ്ങനെ വന്നു എന്നാണ് ഇതിൽ പഠിക്കുന്നത്. 1498 കോഴിക്കോടിനട് സമീപം കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അപ്പൊ ആരുടെ വരവാണ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നത്? വാസ്കോഡ ഗാമയുടെ വരവാണ് എന്ന് മനസ്സിലാക്കാം. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. സാമൂതിരി രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരെ കോഴിക്കോട് ഭരിച്ചിരുന്ന സമയത്ത് വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാടെത്താണ്. അപ്പോ കോഴിക്കോടുമായി വിദേശ വ്യാപാരം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? ഗാമ വരുമ്പോ അറബികൾക്കായിരുന്നു. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകുമോ എന്ന് ഗാമ ആരോട് ചോദിക്കുകയാണ്? സാമൂതിരിയോട് ചോദിക്കുകയാണ്. എന്നാൽ സാമൂതിരി ആ ആവശ്യം അംഗീകരിച്ചില്ല. അതേ തുടർന്ന് ഗാമ എന്തു ചെയ്തു? ഗാമ എവിടെത്തി? കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. അപ്പൊ കണ്ണൂർ ഭരിച്ചിരുന്നത് കോലത്തിരി രാജാവും കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശജരുമായിരുന്നു എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്തു? കുരുമുളക് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ അവര് കണ്ണൂരിൽ നിന്നും ശേഖരിക്കുകയും പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള, തന്റെ യാത്രയ്ക്ക് 20 രൂപ ചെലവഴിച്ച 20 × 60 കണ്ട 1200 രൂപ കണ്ട, അത്രയാണ് പറഞ്ഞത്. 60 ഇരട്ടി. ഇത് 20 രൂപ ചെലവായി ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കും കൊണ്ടാണ് ഗാമ എവിടേക്ക് പോയത്? പോർച്ചുഗീസിലേക്ക് പോയത്.
ഇനി അടുത്തത് ഇവിടെ കപ്പല് ഗാമയുടെ കപ്പലുകൾ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ, അത് നോക്കാം. ഗാമയുടെ കപ്പൽ സാവോ ഗബ്രിയൽ, ഗാമയുടെ കപ്പലുകൾ സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ 1498 കോഴിക്കോട് കാപ്പാടെത്തിയത് അല്ലെ. വാസ്കോഡ ഗാമ എത്തിയിട്ട് ആദ്യം ആരെ കണ്ടു? കോഴിക്കോട് സാമൂതിരിയെ കണ്ടു. അവിടെ ആരായിരുന്നു അന്ന് വ്യാപാരം ഉണ്ടായിരുന്നത്? അറബികളായിരുന്നു. അറബികളെ പുറത്താക്കാൻ ആര് സമ്മതിച്ചില്ല? നമ്മുടെ സാമൂതിരി സമ്മതിച്ചില്ല. അപ്പൊ ഗാമ എവിടേക്ക് പോയി? കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം എന്തിനു അനുമതി കൊടുത്തു? വ്യാപാരത്തിന് അനുമതി കൊടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും കൊണ്ട് ഗാമ എവിടേക്ക് തിരിച്ചുപോയി? പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ പോയത്. ഗാമയുടെ യാത്രയിൽ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും വരാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് എന്ത് നൽകിയില്ല? വ്യാപാര കുത്തക നൽകിയില്ല. അതുകൊണ്ട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ എന്ത് സംഘർഷം ഉണ്ടായി. ഇപ്പൊ വീണ്ടും പരിവാരങ്ങൾ പോർച്ചുഗീസിൽ നിന്ന് എവിടേക്ക് വരികയാണ്? ഇന്ത്യയിലേക്ക് വരികയാണ്. പക്ഷേ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോ സാമൂതിരി അവിടേക്ക് അടുപ്പിച്ചില്ല. അപ്പൊ ഇവര് തമ്മില് എന്താണ്? എതിർപ്പുണ്ടായി. പോർച്ചുഗീസുകാർക്ക് അങ്ങനെ എതിർപ്പ് കഠിനമായിട്ട് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നുമായിരുന്നു. അപ്പൊ കുഞ്ഞാലി മരക്കാരും പോർച്ചുഗീസുകാരും തമ്മിലാണ് എന്നും എന്തുണ്ടായിരുന്നത്? പ്രശ്നം ഉണ്ടായിരുന്നത്. ആ കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു. അപ്പൊ സാമൂതിരിയുടെ നാവിക തലവന്മാരാരാണ്? കുഞ്ഞാലി മരക്കാറാണ്. അപ്പൊ ഇവിടെ പെട്ടിയിൽ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശത്തെയും, സാമൂതിരിയെ മാത്രമല്ല പശ്ചിമ തീരപ്രദേശത്തെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. 4 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ, അങ്ങനെ 4 കുഞ്ഞാലി മരക്കാർമാരുണ്ടായിരുന്നു. ഇവര് പോർച്ചുഗീസുകാരെ പലപ്പോഴും പരാജയപ്പെടുത്തി. അങ്ങനെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയത്തുള്ള കോട്ട പിടിച്ചടക്കിയത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പൊ കുഞ്ഞാലി മൂന്നാമൻ ചാലിയം കോട്ട പിടിച്ചടക്കി. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചു. എവിടെ വെച്ച്? ഗോവയിൽ വെച്ച്. അപ്പൊ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അങ്ങനെ കുഞ്ഞാലിമാരുടെ അധപതനവും സാമൂതിരിയുടെ അധപതനവും അപ്പൊ തുടങ്ങി. കുഞ്ഞാലി അദ്ദേഹത്തിന്റെ നാവിക തലവന്മാരായിരുന്നു ഇല്ലേ? അപ്പോ അദ്ദേഹം ഈ കുഞ്ഞാലി മരക്കാരന്മാര് നിന്നതോടുകൂടി സാമൂതിരിയുടെ ശക്തിയും ക്ഷയിച്ചു. അപ്പൊ അവിടെ പോർച്ചുഗീസുകാർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് മനസ്സിലാക്കാട്ടെ നിങ്ങൾ. ഇനി പോർച്ചുഗീസുകാർ വന്നപ്പോ നമുക്കുണ്ടായ ഗുണങ്ങളാണ്. നോക്കിയേ, മേശ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു, കസേര, അതുപോലെ തന്നെ അലമാരി, ജനല, അതുപോലെ പേന, ചാക്ക്, ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അവരുടെ. അപ്പോ ഇന്ത്യയുടെ പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച കുറച്ച് പദങ്ങളും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കാം. ഏതൊക്കെയാ നോക്കിയേ? കശുമാവ് അല്ലെ, കശുമാവ്, അല്ലെങ്കിൽ പറങ്കിമാവ്, കശുവണ്ടി പറയില്ലേ, പപ്പായ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേരയ്ക്ക, പൈനാപ്പിള് അല്ലെ, അതുപോലെ മേച്ച കസേര അല്ലെ, മേച്ച കസേര, പേന, എന്താ പറയാ, അലമാര, ജനല, ചാക്ക്, ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ എന്താ പറയാ പ്രവർത്തന ഫലമായിട്ട്, അല്ലെങ്കിൽ അവര് ഇന്ത്യയില് അവരുടെ സംഭാവനകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ആ പേര് അവരിൽ നിന്നാണ്, പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്. ഇനി പോർച്ചുഗീസുകാരെ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ ചെയ്തതെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, കുറെ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയുടെ പേര് മാനുവൽ കോട്ട. എവിടെ സ്ഥാപിച്ചു? കൊച്ചിയിൽ പണിതത് പോർച്ചുഗീസുകാരാണ്. കൊച്ചി, ഗോവ, ദാമൻ,
ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പൊ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിൽ ഉണ്ടായിരുന്നതാണ് കൊച്ചി, ഗോവ, ദാമൻ, ദിയു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാർ ഇവിടെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അവര് ഈ നമ്മുടെ ഇവിടെ ചവിട്ട് നാടകവും മാർഗം കളിയും കൊണ്ടുവന്നു. അപ്പൊ മാർഗം കളി ആരുടെ സംഭാവനയാ? ചവിട്ട് നാടകം ആരുടെ സംഭാവനയാ? പോർച്ചുഗീസുകാരുടെ. യൂറോപ്യൻ ശൈലിയിൽ ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾ ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും നമ്മുടെ ഇവിടുത്തെ സൈനികരെ അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കണ്ടു. അപ്പൊ പോർച്ചുഗീസുകാര് നമ്മുടെ ഇവിടെ വന്നതുകൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളാണ്. അതായത് ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ പണിതു. ഇവര് കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യത്തിലാക്കിയെങ്കിലും നമ്മുടെ ഇവിടെ അച്ചടി വിദ്യ കൊണ്ടുവന്നു, ചവിട്ട് നാടകവും മാർഗങ്ങളെയും കൊണ്ടുവന്നു, യൂറോപ്യൻ ശൈലിയിൽ കെട്ടിട നിർമ്മാണം കൊണ്ടുവന്നു, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ഇവിടെ ആരംഭിച്ചു. ക്ലിയർ ആയോ മക്കളെ? അങ്ങനെ പോർച്ചുഗീസുകാർ കഴിഞ്ഞ അടുത്തത് ഡച്ചുകാർ വരികയാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ആരാണ്? ഹോളണ്ടിൽ നിന്നുള്ളവരാണ്. ഹോളണ്ടിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ നിന്നുള്ളവരാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഡച്ചുകാർ. ഡച്ചുകാർ എന്നാണ് നമ്മൾ ഇവരെ വിളിച്ചിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ പറയും മക്കളെ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരങ്ങളിൽ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ബാറ്റിൽ ഓഫ് കുളച്ചൽ, കുളച്ചൽ യുദ്ധം എന്ന് നടന്നു എന്ന് ചോദിക്കാറുണ്ട്. 1741 എന്ത് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത്. കന്യാകുമാരിക്കടുത്താണ് കുളച്ചൽ. കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പൊ കുളച്ചൽ യുദ്ധം 1741 കന്യാകുമാരിക്കുള്ള കുളച്ചലിൽ നടന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടുന്നു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിന്റെ സ്മാരകമാണ് നമ്മളിവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കാണാലോ അല്ലെ? ഇനി അടുത്തത് നോക്കൂ. ഡച്ചുകാരുടെ വളരെ പ്രധാനപ്പെട്ട സംഭാവന ഹോർത്തൂസ് മലബാർക്യൂസ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ആധുനിക സസ്യശാസ്ത്ര വ്യാഖ്യാന സഹിതം KS മണിലാലിന്റെ വോള്യം 1 എന്ന് പറഞ്ഞിട്ട് ഹോർത്തൂസ് മലബാർക്യൂസിന്റെ കവർ ചിത്രം കാണുന്നില്ലേ? ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവന എന്ന് വിളിക്കുന്നത് ഹോർത്തൂസ് മലബാർക്യൂസ് ആണ്. അതൊരു കൃതിയാണ്. ഇതിൽ കേരളത്തിൽ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്നു. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്ന ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്ന കൃതിയാണ് ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻട്രിക് വാൻ റീഡ്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻട്രിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡ് നേതൃത്വം നൽകി എന്ന് മനസ്സിലാക്കാം. ഇനി ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഒരു മലയാളി വൈദ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ഇട്ടി അച്യുതൻ എന്നാണ്. ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന മലയാളി വൈദ്യൻ അദ്ദേഹത്തെ സഹായിച്ചു. കൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും ഈ രചനയിൽ അദ്ദേഹത്തിന് പങ്കാളികളായി കൂടെയുണ്ടായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ഹെൻട്രിക് വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ ആണ്. അദ്ദേഹത്തിന് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് മലയാളി വൈദ്യനായ ഇട്ടി അച്യുതനും കൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും ചേർന്നാണ്.
മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പടിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് കൃതി വിവർത്തനം ചെയ്തത് Dr. K.S. മണിലാലാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തൊന്ന് നോക്കിയേ. ഇ.ടി. അച്യുതനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ്, കടക്കരപ്പള്ളി ഗ്രാമത്തിൽ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ആര്? നാട്ടുവൈദ്യനാണ് ഇ.ടി. അച്യുതൻ. ചോദിച്ചുകൂടായികയില്ല, കാരണം നിങ്ങള് ഇത് നമ്മൾ കണ്ടു, പെട്ടിയിലാക്കി ഇട്ട് വെച്ചേക്കുന്ന സംഭവമാണ് അല്ലെ ഇ.ടി. അച്യുതൻ. ഇ.ടി. അച്യുതന്റെ ജനനം എവിടെയാന്ന് ചോദിക്കാം. ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കായ ചേർത്തല താലൂക്കിലാണ്, കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ്, ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തില് നാട്ടുവൈദ്യനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഡച്ചുകാർ കഴിഞ്ഞു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, അതായത് ഇംഗ്ലീഷുകാരും, പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ വന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അപ്പൊ കർണാട്ടിക് യുദ്ധത്തിൽ ജയിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ് വിജയം നേടിയത്. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. തൽഫലമായി എന്താണ് ഫ്രഞ്ചുകാരുടെ ആധിപത്യം? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, അതുപോലെ തന്നെ എവിടെയാണ്? മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. എവിടേക്കാണ് ബ്രിട്ടീഷുകാര് തൽഫലമായി ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എവിടെ മാത്രമായി? ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടെ മാത്രമായി? പോണ്ടിച്ചേരി, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഇപ്പൊ പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ ആരുടെ അധീനതയിലുള്ളതാണ്? ഫ്രഞ്ച് ആധിപത്യത്തിലുള്ള പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തെ വിളിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. കർണാട്ടിക് യുദ്ധത്തിന്റെ അന്തിമ വിജയമാർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ വീണ്ടും പറയാണ്, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അത് പഠിച്ചു വെക്കുക. തമിഴ്നാടിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീര പ്രദേശങ്ങളും ചേരുന്നതാണ് കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശം. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായത്. എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടായി? ഒന്നാം കർണാട്ടിക് വാർ, സെക്കൻഡ് അതുപോലെ വാർ, തേർഡ് വാർ, 3 വാർ ഉണ്ടായി. തമിഴ്നാടിന്റെ ഭൂരിപക്ഷം പ്രദേശം ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അടുത്തത് നോക്കിയേ. അടുത്തത് കച്ചവടത്തിനായിട്ട് വന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് എന്തിന്? വ്യാപാരത്തിന് അനുമതി തേടുന്നു. ഗുജറാത്തിലെ സൂററ്റിൽ അദ്ദേഹം ഒരു കച്ചവട ഫാക്ടറി സ്ഥാപിക്കുന്നു. അപ്പൊ ക്യാപ്റ്റൻ ഹോക്കിൻസ് മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി തേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്തിനായി ഫാക്ടറി സ്ഥാപിക്കുന്നു. അങ്ങനെ അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ കമ്പനികള് വിവിധ രാജാക്കന്മാരുടെ സഹായത്തോടു കൂടി സ്ഥലമൊക്കെ കിട്ടി ഫാക്ടറികൾ തുടങ്ങി. എവിടെയൊക്കെ? മദ്രാസ് അഥവാ ചെന്നൈ, ബോംബെ, കൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ. അപ്പൊ ആദ്യം സൂററ്റിൽ സ്ഥാപിച്ചു, സൂറത്ത്, പിന്നെ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് അവിടെ കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി എന്ന് മനസ്സിലാക്കുക. അടുത്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയിട്ടാണ്. അന്ന് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവും നമ്മുടെ ബ്രിട്ടീഷ് കാരനായിട്ടുള്ള റോബർട്ട് ക്ലൈവും തമ്മിലാണ് നമ്മുടെ ഈ എന്ത് വാർ നടന്നത് എന്നാ പറയണത്?
പ്ലാസി വാർ നടന്നത്. ഇനി കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ബംഗാളിൽ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ മറ്റു പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ എളുപ്പമാക്കി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തി. അതായത് കാർഷിക സമ്പന്നമായ പ്രദേശമായിരുന്നു ബംഗാൾ. അവിടെ ബ്രിട്ടീഷുകാർ ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നു. അത് ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്താനായിട്ട് ആ ഭൂനികുതി അവരെ സഹായിച്ചു. 1764 അടുത്ത ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേര് ബക്സർ യുദ്ധം എന്നാണ്. ബക്സർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടുകൂടി ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പൊ ആദ്യം ഇവര് എന്ത് ചെയ്തു? പ്ലാസി ബംഗാളിലെ പ്ലാസി ഭാഗം അത് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് 64 ബക്സാർ യുദ്ധത്തോടു കൂടി ബീഹാർ, ബംഗാള്, ഒറീസ എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കിട്ടി? കമ്പനിക്ക് കിട്ടി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. അപ്പോ എന്താണ്? രാഷ്ട്രീയ ആധിപത്യം കൊണ്ടുവന്നത് പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണെങ്കിൽ ഇന്ത്യയില് ബ്രിട്ടീഷുകാർ അവരുടെ എന്താ പറയാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഒന്നുകൂടിയും സ്ട്രോങ് ആക്കിയത് ഏതോട് കൂടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സുസ്ഥിരമായ യുദ്ധം എന്ന് പറയുന്ന ബക്സർ യുദ്ധമാണ്. ഇനി അടുത്തത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധ് എന്ന് പറയുന്ന സ്ഥലത്തെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തത്. ഏത് യുദ്ധത്തിൽ? 1764 ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് എന്ന് മനസ്സിലാക്കുക. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി ഇടപെടാൻ ഇടയായ സാഹചര്യം ഒന്ന് ചർച്ച ചെയ്യാനാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്രാസ്, ബോംബെ, കൽക്കട്ട ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരുടെ നേതൃത്വം വന്നു? ബ്രിട്ടീഷുകാരുടെ. ഇനി ഇവിടെ ഈ പെട്ടിയിൽ കൊടുത്തിട്ടുണ്ടോന്ന് നോക്കിയ മക്കളെ. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. കണ്ട, അപ്പൊ അങ്ങനെ മദ്രാസ് കിട്ടി. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകാം എന്ന ഉപാധിയോടുകൂടി പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. മദ്രാസിലെ പ്രാദേശിക രാജാവായ ദമർല വെങ്കട നായക മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി കിട്ടിയാൽ മതി, നിങ്ങൾ നോക്കി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. തുറമുഖം അവർക്ക് കൊടുത്തു. ഇനി അടുത്തത് 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി കിട്ടിയ പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറാണ് ചെയ്തത്. 1662 ബോംബെ കിട്ടി, സ്ത്രീധനായിട്ട് കിട്ടി. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മദ്രാസ് കിട്ടി. 1698 സുത്തനത്തി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. പിന്നീട് ഈ പ്രദേശം പട്ടണമായി ഏത് പേരിൽ അറിയപ്പെട്ടു? കൽക്കട്ട. അപ്പൊ കൽക്കട്ട എന്ന പേരിൽ ഇന്നത്തെ അറിയപ്പെടുന്ന പട്ടണം ഏതൊക്കെ ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു മക്കളെ? സുത്തനത്തി എന്ന ഗ്രാമം, കാലിക്കറ്റ എന്ന ഗ്രാമം, ഗോവിന്ദ്പൂർ. അപ്പൊ സുത്തനത്തി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. പണിത വർഷം 1698. ഇത് പിന്നീട് ഏത് പ്രദേശമായി മാറി? കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആയല്ലോ? അടുത്തത് നമ്മൾ പഠിച്ചതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരുമോ? ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ആര് പറഞ്ഞതാ? റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ് അല്ലെ.
അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലെ. ഇനി എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ എന്താ പറയുന്നത് പറയാൻ കാരണം ഇവരോട് ചോദിച്ചേക്കണം, കുട്ടികളോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് നല്ല സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സൈനിക ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്ലൈവിന് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയെന്നാ പറയണത്. ഇനി നാട്ടുരാജ്യങ്ങളെ കുറിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചും പറയണം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നടന്ന യുദ്ധത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് വിളിക്കുന്നു. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചിരുന്നത്. 4 തവണയാണ് മൈസൂർ യുദ്ധങ്ങൾ നടന്നത്. സൈന്യവും സുൽത്താൻമാരും തമ്മിൽ നടന്നു. 1782 ഹൈദരാലി മരണപ്പെട്ടപ്പോൾ ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനിയുടെ സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചു. അതോടുകൂടി മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു മൈസൂര്. മൈസൂര് ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഹൈദരാലിയും ഹൈദരാലിയുടെ മോനായ ടിപ്പു സുൽത്താനുമായിരുന്നു. ഈ ഹൈദരാലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മോനും തമ്മില് ബ്രിട്ടീഷുകാര് 4 തവണ ഏറ്റുമുട്ടി. ആ 4 തവണ ഏറ്റുമുട്ടിയതിനെയാണ് നമ്മൾ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് വിളിക്കുന്നത്. അങ്ങനെ 1782 ഹൈദരാലി മരിക്കുകയാണ്. യുദ്ധത്തിൽ മരിക്കുകയാണ്. മരിച്ചപ്പോ ആരെ യുദ്ധം ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആ ഒരു രാജ്യം ഭരണം ആരെ ഏറ്റെടുത്തു? നമ്മുടെ ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തു. അങ്ങനെ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനിയുടെ സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചു. അപ്പൊ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടത് 1799 ഹൈദരാലി മരണപ്പെട്ടത് 1782 ഹൈദരാലി ആരാ? ടിപ്പു സുൽത്താന്റെ പിതാവ്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് ഭാഗം പിടിച്ചെടുത്തു? മൈസൂര് അവരുടെ കീഴിലാക്കി. മൈസൂർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. നമുക്ക് മോഡേൺ ഇന്ത്യ മാത്രമേ ഉള്ളൂ, ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കാല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും പഠിക്കാത്തത്. അങ്ങനെ മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അപ്പൊ മറാത്ത യുദ്ധങ്ങൾ 1, 2, 3 അല്ലെ. അതുപോലെ മൈസൂർ യുദ്ധങ്ങൾ എത്ര നടന്നു? 4 നടന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ എന്ത് നടന്നു? ആംഗ്ലോ സിഖ് യുദ്ധങ്ങളും നടന്നു. അതോടുകൂടി സിഖുകാര് പരാജയപ്പെട്ടപ്പോ പഞ്ചാബ് സിഖുകാരുടെ കീഴിലായി. അപ്പൊ എന്തുണ്ടായിന്നാ പറയണത്? ഓരോരോ പ്രദേശങ്ങള് മറാത്ത സാമ്രാജ്യം ബ്രിട്ടീഷുകാരുടെ കീഴിലായി. സിഖുകാരോട് എന്താ പറയാ ജയിച്ച് പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി. ഹൈദരാലിയും ടിപ്പു സുൽത്താനെയും തോൽപ്പിച്ച് മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച കുറച്ച് യുദ്ധങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി അടുത്തത് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നികുതി നയങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 1793 പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കി. നടപ്പിലാക്കിയത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കോൺവാലീസ് ആയിരുന്നു. ഇതിന്റെ പ്രത്യേകതകൾ: ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. വിളവ് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല നികുതി നിശ്ചയിച്ചിരുന്നത്. നമ്മളിപ്പോഴും ഇൻകം ടാക്സ് എങ്ങനെയാ കൊടുക്കുക? നമ്മുടെ വരുമാനത്തിനനുസരിച്ചാട്ടോ അല്ലേ നമ്മൾ നികുതി കൊടുക്കണേ. പക്ഷെ ഇവിടെ വരുമാനമൊന്നുമല്ല, നിങ്ങളൊരു നിശ്ചിത നികുതി തന്നോളാം അങ്ങനെ പറഞ്ഞിട്ട് നികുതി ഒരു ഫിക്സഡ് നികുതി ഏൽപ്പിക്കുകയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ. അത് പിരിച്ചിരുന്നത് ആരാണ്? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാരാണ്. സെമീന്ദാർമാരാണ്. അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ.
അടുത്തത് നോക്കൂ, റൈറ്റ് വാരി സമ്പ്രദായം. ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി സമ്പ്രദായം. അത് 1820 നിലവിൽ വന്നു. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ദക്ഷിണേന്ത്യയിലും ഡക്കാൻ പ്രദേശങ്ങളിലും റൈറ്റ് വാരി സമ്പ്രദായം നിലനിന്നിരുന്നത്. കർഷകരെ ഇവിടെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ, നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കണ്ടോ? കർഷകര് കൃത്യമായിട്ട് എന്തു കൊടുത്തില്ലെങ്കിൽ, നികുതി കൊടുത്തില്ലെങ്കിൽ ഭൂമി ആർക്ക് കൊടുക്കേണ്ടി വരും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വരും. അതാണ് റൈറ്റ് വാരി. റൈറ്റ് വാരിയില് കർഷകര് ഭൂവുടമകളാണ്. നികുതി നേരിട്ടാ ബ്രിട്ടീഷുകാരല്ലേ, നേരിട്ടാ പിരിച്ചിരുന്നേ. പക്ഷെ കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും? വീഴ്ച വരുത്തിയ ബ്രിട്ടീഷുകാർ ഭൂമി പിടിക്കും. ഇനി അടുത്തത് മഹൽവാരി സമ്പ്രദായം. അത് 1822 മഹൽവാരി ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. എവിടേക്കാ? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ആര് കൊണ്ടുവന്നു? ഹോൾട്ട് മെക്കൻസി. ഹോൾട്ട് മെക്കൻസിയാണ് മഹൽവാരി മെക്കൻസി. മഹൽവാരി മെക്കൻസി ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തിയ ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തു. നേരത്തെ എന്താ? കർഷകന്റെ ഭൂമി കൊടുത്താൽ മതിയായിരുന്നു. ഇതൊരു ഗ്രാമം, ഒരു യൂണിറ്റാ. അപ്പൊ ആ യൂണിറ്റ് അങ്ങനെ തന്നെ ആര് കൊണ്ടുപോകും? ബ്രിട്ടീഷുകാർ. അതായത് ആ ഗ്രാമം മൊത്തം ആരുടെ കീഴിലാവും? ബ്രിട്ടീഷുകാരുടെ കീഴിലാവും. ഇതൊക്കെയാണ് മക്കളെ ഏതൊക്കെ നികുതികള്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ, കോൺവാലിസ് പ്രഭു അല്ലെ, ഭൂവുടമകളായ സെമീന്ദാർമാർ പിരിച്ചു. ഏറ്റക്കുറച്ചിൽ പരിഗണിക്കാതെ ഫിക്സഡ് നികുതി. രണ്ടാമത്തേത് എന്താണ്? റൈറ്റ് വാരി. ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശങ്ങളിൽ തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് കൊണ്ടുവന്നു. കർഷകരെ ഭൂവുടമകളാണ്. നികുതി നേരിട്ട് ബ്രിട്ടീഷുകാർ പിരിച്ചു. നികുതി വരുത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കും. മഹൽവാരി 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ്. ഹോൾട്ട് മക്കൻസി ആണ് നേതൃത്വം അത് കൊണ്ടുവന്നത്. ഗ്രാമത്തെ യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി വീഴ്ച വരുത്തിയ ഗ്രാമം ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാര്, മണി ലെൻഡേഴ്സിൽ നിന്ന് പണം കടം വാങ്ങാൻ ആര് നിർബന്ധിതരായി? കർഷകർ നിർബന്ധിതരായി. അങ്ങനെ കർഷകര് കടക്കെണിയിലായി. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അവർക്ക് സന്തോഷമായി, കാരണം അവർക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. നീലം, പരുത്തി എന്നിവ എന്താണ്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നാണ്യവിളകളാണ്. അത് കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപാരം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും വഴിതെളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിച്ചില്ലെങ്കിലൊന്നും അവർക്ക് കുഴപ്പമില്ല. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരോടുള്ള നികുതി നയങ്ങൾ കർഷകരെ വളരെയധികം ബാധിച്ചു. അതായത് അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റാണ്ടായി, ഭയങ്കര വളർച്ച, കൃഷിനാശം, വെള്ളപ്പൊക്കം എന്തുണ്ടായാലും അവർക്ക് എന്ത് കൊടുത്തോളണം? നികുതി കൊടുത്തോളണം എന്നുള്ള ഘട്ടത്തിലേക്ക് അവരെത്തി. ഇനി ഇവര് എന്താണ്? കൃഷിഭൂമി നഷ്ടപ്പെടാണ്ടിരിക്കാൻ പണമിടപാടുകാരെ ചെന്നു. അവരുടെ അടുത്ത് വന്നപ്പോ അവർ കുറെ പലിശ വാങ്ങിയപ്പോ ഇവർ വീണ്ടും കടക്കെണിയിൽ പെടാൻ തുടങ്ങി. അങ്ങനെ കർഷകരെ പോലെ തൊഴിലുകാരും അതുപോലെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ അവരെയും ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കണ്ടോ? യന്ത്രം കൊണ്ടുവന്നു. അപ്പൊ കൈത്തൊഴിലുകാർക്ക് ബുദ്ധിമുട്ടായി. അവയുടെ മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങൾ, പരുത്തിപ്പട്ട്, കമ്പിളി വസ്ത്രങ്ങള്, മൺപാത്രം, തുകല്, ഭക്ഷ്യ എണ്ണ എന്നിവയുടെ വിപണി നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഈ കരകൗശല തൊഴിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമായി. അതുകൊണ്ട് അവരും പരമ്പരാഗതപരമായിട്ടുള്ള കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ കർഷകരെയും പരമ്പരാഗത കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ വളരെയധികം ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നിന്ന്.
ഇനി അടുത്തത്, ഇങ്ങനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോ കർഷകർ എന്ത് ചെയ്യാൻ തുടങ്ങി? കർഷകർ കലാപങ്ങൾ, അതായത് ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ നടത്താനായിട്ട് തുടങ്ങി. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. അങ്ങനെ 1773 ഒരു വേനൽക്കാലത്ത് ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമത്ത് മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു, വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പിടിപെട്ടു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവര് വന്നു. അപ്പൊ ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ട് കന്നുകാലികളെ വിറ്റ്, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റ്, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വരെ അവർക്ക് വിൽക്കേണ്ടി വന്നു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ച് വിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക്, അത് ഇവിടെ പറയുകയാണ്, മനുഷ്യന്മാർക്ക് അന്ന് വില ഉണ്ടായില്ല, അതുകൊണ്ട് മനുഷ്യന് വിൽക്കാൻ പറ്റിയില്ല എന്ന്. അപ്പൊ ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ച് തിന്നാൻ തുടങ്ങി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനി, പ്ലേഗ്, കണ്ടോ? പനി, പ്ലേഗ്, വസൂരി കാറ്റുപോലെ പരന്നു പിടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതായി. ഇതൊക്കെ തന്നെ ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിലുള്ളതാണ്. അപ്പൊ വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. അങ്ങ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ എഴുതിയ നോവലിലെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചും അതിനിടെയായ സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ബംഗാളിലെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ തുടങ്ങി. കർഷക കലാപത്തിന് സന്യാസിമാര് വരെ ഇതിനെ പിന്തുണച്ചു. അതുകൊണ്ട് ഇത്തരം കലാപത്തെ സന്യാസി കലാപങ്ങൾ എന്ന് വിളിച്ചു. സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ പങ്കെടുച്ചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പത്തക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു. കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് വരികയാണ് അവര്. കണ്ടോ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം 1859. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം, അമരിച്ചെടിയിൽ നിന്ന് കിട്ടുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ നീലത്തിന് കമ്പോള വിലയേക്കാൾ വളരെ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് അവർ കൊടുത്തിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമം, ചൂഷണം, സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ ഇതിന് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം കൂടുതൽ വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന് തിരിഞ്ഞു. ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ്. ബംഗാളിലാണ് നീലം കലാപം പടർന്നു പിടിച്ചത്. കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികള് ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഇല്ലാതാവുകയും ചെയ്തു. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ആദ്യം നമ്മള് കർഷകരെ എന്താ ചെയ്ത്? ഇവിടെ പനി, പ്ലേഗ്, വസൂരിയൊക്കെ പിടിപെടാൻ തുടങ്ങി. സന്യാസിമാര് വരെ പോരാളികളായി എന്നാ പറയണത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവലില്. അപ്പൊ അദ്ദേഹം പറയണ കേട്ടോ, എന്താ പറയുന്നത്? അതായത് നമ്മുടെ ശവം പോലും മറവ് ചെയ്യാൻ, അല്ലെ, വീടുകളിൽ ശവശരീരങ്ങൾ പോലും അനാഥമായി കിടന്ന് ചീഞ്ഞു നാറാനായിട്ട് തുടങ്ങിയെന്ന്. അപ്പൊ പിന്നെന്താ ഉണ്ടായി? അതൊരു കാര്യം. രണ്ടാമത് എന്താണ്? കർഷക തൊഴിലാളിയും ബ്രിട്ടീഷുകാരും പോരാടാൻ കാരണം, സന്യാസിമാരും ഫക്കീർമാരും ഒക്കെ വരാൻ കാരണം ഒന്ന് ഇതാണ്. ഇനി ഇതിൽ നിന്ന് കലാപത്തിലേക്ക് വരാൻ, അടുത്ത നീലം കലാപത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താ? നീലം കൃഷി ചെയ്യാൻ ഇവർ നിർബന്ധിതരാവാണ്. അമരിച്ചെടി കൃഷി ചെയ്യുക. ആ അമരിച്ചെടി ആർക്കെന്നെ വിൽക്കണം? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് തന്നെ വിൽക്കണം. ബ്രിട്ടീഷുകാർ വളരെ കുറച്ച് കാശ് കൊടുക്കുള്ളൂ. ഇനി എന്താണ്? വളരെ താഴ്ന്ന വില കൊടുക്കുക മാത്രമല്ല, പിന്നീട് നീലം
എന്താ എന്താ പറയാ കൃത്രിമ ചായം അവർ നിർമ്മിച്ചു തുടങ്ങി. അപ്പൊ ഇതിന് ആവശ്യമില്ലാണ്ടായി. അപ്പൊ ഇവര് വീണ്ടും കടക്കണിയിലായി. അപ്പൊ ദിഗംബർ വിശ്വാസം വിഷ്ണു വിശ്വാസം അതാണ് നീലം. ദിഗംബർ വിശ്വാസം വിഷ്ണു വിശ്വാസം നീലം കലാപത്തിന് നേതൃത്വം കുറിച്ചു. എവിടെ? ബംഗാളില്. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. അടുത്തത് ഇവിടെ വേറെ നമ്മൾ പറഞ്ഞല്ലോ, ഭവാനി പതക്, മജ്നു ഷാ എന്നിവർ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകി. ഇനി അടുത്തത് ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, നമ്മൾ വായിച്ചില്ല. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അറിയാലോ മക്കളെ, നമ്മൾ വന്ദേ മാതരം പഠിച്ചിട്ടില്ലേ? ഭാവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പൊ എന്താണ് വന്ദേ മാതരം? ഭാവാനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഇത്രയും നമ്മുടെ ആനന്ദമഠം നോവലിൽ. അദ്ദേഹം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. PSC പരീക്ഷയ്ക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നീൽ ദർപ്പൺ രചിച്ചത് 1860. രചിച്ച വ്യക്തി ദീനബന്ധു മിത്ര. എന്തിനെ കുറിച്ച് പറയുന്നു? ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങളെ കുറിച്ച് പറയുന്നു. നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി കാടും, നമ്മൾ നേരത്തെ സന്യാസിമാരും ഉണർന്നു പ്രവർത്തിച്ചു, ഇനി കാടും ഉണർന്നു എന്നാ പറയണേ. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന കൃതിയിൽ പറയാണ്, ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. സാന്താളുകൾ എന്താണ് നമുക്കറിയാം, അവരെന്താണ്? ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എപ്പോഴാണ് പിടിക്കപ്പെട്ടത്? ദണ്ഡന വിധേയരാക്കുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി. കണ്ടോ? അപ്പോ അത്രയും സ്ട്രോങ് ആയിരുന്നു സാന്താൾ കലാപം. കാട്ടിലുള്ള ആൾക്കാർ വരെ ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണത്തിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. സാന്താൾ ആരാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഏത് നൂറ്റാണ്ടിൽ? 18-ാം നൂറ്റാണ്ടിൽ കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമാണ്. ഭൂവുടകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അപ്പൊ നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവര് എന്താണ്? ബംഗാളിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമായ സാന്താളിനെ മാക്സിമം ചൂഷണം ചെയ്തു എന്ന് മനസ്സിലാക്കാം. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. 1855 സാന്താളുകൾ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഈ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധോ, ആരാ? സിദ്ധോ. അതുപോലെ തന്നെ കാൻഹു എന്നിവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. വളരെ പ്രധാനമാണ്. സിദ്ധോയിനെയും കാൻഹുവിനെയും ആര് വധിച്ചു? ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടതോടെ ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. 1885 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകളായ സിദ്ധോയും കാൻഹുവും മുന്നേറി. പക്ഷെ ബ്രിട്ടീഷുകാർ അവരെ വധിച്ചു. ഇനി അടുത്തത്, സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപം ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് നടന്ന ഗോത്ര കലാപമാണ് ഉൽഗുലാൻ കലാപം. ഉൽഗുലാൻ, ഇത് മുണ്ടാ കലാപം എന്നും അറിയപ്പെടുന്നു. മുണ്ടാ കലാപം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്ന് ഉൽഗുലാൻ എന്ന പദത്തിനർത്ഥം. അപ്പൊ ഉൽഗുലാന്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്
സ്ഥാപിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ബിർസ മുണ്ട. അദ്ദേഹമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. മനസ്സിലായോ? അപ്പൊ എന്താണ് നമ്മള് ഉൽഗുലാൻ കലാപം അഥവാ മുണ്ട കലാപം എന്ന് പറയുന്നത്? സാന്താൾ കലാപം പോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതാ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം നടന്ന ഗോത്ര കലാപമാണ് ഉൽഗുലാൻ കലാപം. ഉൽഗുലാം എന്ന വാക്കിന്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഉള്ളടക്കം എന്നാണ്. ഇതിനെ മുണ്ട കലാപം എന്നും വിളിക്കുന്നു. ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗക്കാരുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് അല്ലെങ്കിൽ മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭൂമി പിടിച്ചെടുക്കൽ, പണമിടപാടുകാരും വ്യാപാരികളും സാമ്പത്തികമായി ചൂഷണം ചെയ്യൽ. ഇവിടെ ബിർസ മുണ്ടയുടെ പടം കൊടുത്തുണ്ട്, കണ്ട. ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൻജാതീയ ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്ര ജനതാ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്ര ജനതാ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. എന്താണ്? ആരണ്യർ അധികാർ. അപ്പൊ ബിർസ മുണ്ടയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം ആചരിക്കാൻ തുടങ്ങിയത് 2021 മുതൽ. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്ര ജനതാ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി എന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നത്. ക്ലിയർ ആയില്ലേ? അങ്ങനെ 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ മുണ്ട വിഭാഗക്കാർ കുറെ പേര് കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും പിന്നീട് അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. അപ്പോ സാന്താൾ കലാപം, മുണ്ട കലാപം, കുറിച്യർ കലാപം, പഹാരിയ കലാപം. നമ്മൾ നേരത്തെ പറഞ്ഞു സാന്താൾ കലാപം അല്ലെ. അതുപോലെ ഇപ്പൊ പറഞ്ഞു മുണ്ട കലാപം, അതുപോലെ കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ബീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പോരാട്ടത്തിന്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ എന്താണ്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പൊ പോളിഗർ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. പാളയക്കാർ എന്ന തമിഴ് വേർഡിൽ നിന്നാണ് പോളിഗർ ഉണ്ടായത്. പാളയം അഥവാ സൈനിക താവളം എന്നാണ് പാളയക്കാർ എന്ന തമിഴ് പദത്തിന്റെ അർത്ഥം. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരും തിരിയാൻ തുടങ്ങി. തിരുനെൽവേലി പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ജനങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? കട്ടബൊമ്മന്. അപ്പൊ ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലംകുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മൻ ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാരുടെ ശത്രുവാവാൻ കാരണം? നികുതി പിരിവിനെതിരെ ചോദ്യം ചെയ്തതാണ് കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച പോളിഗർമാർ എന്ന് പറയാം? പോളിഗർമാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സൈനിക തലവന്മാരാണ് തമിഴ്നാട്ടിലെ. പോളിഗർ എന്നത് ഇംഗ്ലീഷ് വേർഡാണ്, പക്ഷെ പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. പാളയം അഥവാ സൈനിക താവളം എന്നാണ് പോളിഗർ എന്ന വാക്കിന്റെ അർത്ഥം. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളിഗർ ആയിരുന്നു മരുതുപാണ്ഡ്യ സഹോദരന്മാർ. ഇവരൊക്കെ ആരുടെ എതിരെ തിരിഞ്ഞു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ഈ കട്ടബൊമ്മന് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങളുമായിട്ട് എങ്ങനെ ക്രൂരമായിട്ടുള്ള ഈ നികുതി പിരിവ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് ചോദ്യം ചെയ്തതോടുകൂടി ബ്രിട്ടീഷുകാര് കട്ടബൊമ്മന് എതിരായി. ഇനി പക്ഷേ മറ്റുള്ളവരൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗറായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാരോട് പോരാടി വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങളൊക്കെ നൽകി അത് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയെ കയ്യിലെടുത്തു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകും എന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ അതിനെ എതിർത്തു. പക്ഷെ നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാൻ എത്തിയതോടുകൂടി സംഘർഷമുണ്ടായി. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധവും ഏർപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആയി ആറ്റിങ്ങൽ കലാപം മാറി. ആറ്റിങ്ങൽ കലാപം ഉണ്ടാവാനുള്ള കാരണമാണ്. അപ്പോ എന്താണ് ആറ്റിങ്ങൽ റാണിക്ക് എന്താ പറയാ ഗിഫ്റ്റ് നൽകാൻ 140 പേരോട് കൂടി ആരാണ്? ഗിഫോർഡാണ് വന്നതെന്ന് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721 ഇവിടെ അടുത്ത് വായിക്കാം നമുക്ക്. ഈ ഒരു ബോക്സ് വായിച്ചിട്ടാവാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതെന്ന് ചോദിച്ച തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരനാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം വെല്ലൂർ കലാപം വളരെയധികം പ്രചോദനമായി. അതുകൊണ്ടാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ വെല്ലൂർ കലാപത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോ വെല്ലൂർ കലാപം 1806 ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം എന്ന് ഓർത്തുവയ്ക്കാം. സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയാണ് കിട്ടൂരിലെ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു ബ്രിട്ടൂർ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മയൊക്കെ അംഗീകരിച്ച് കർണാടകയിലെ ഒരു ചെറിയ നാട്ടുരാജ്യമായിട്ട് കഴിയായിരുന്നു കിട്ടൂര്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയത്തോടുകൂടി കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. ആരാണ്? ശിവലിംഗ രുദ്രദേശായി ട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പൊ സ്ത്രീ മുന്നേറ്റത്തിന് ഉദാഹരണമാണ്
ഏതാണ് നമ്മുടെ കിട്ടൂര് അല്ലെ, കിട്ടൂരിലെ റാണി ചെന്നമ്മ. മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു കർണാടകയിലെ നാട്ടുരാജ്യമായിട്ടുള്ള കിട്ടൂര്. കിട്ടൂരില് ഈ ചെന്നമ്മയുടെ ഭർത്താവാണ്, ഈ ഹസ്ബൻഡാണ് ശിവലിംഗ രുദ്രദേശായി. അദ്ദേഹം മരിച്ചപ്പോ ഇവര് വിധവയായി. ഇപ്പൊ മക്കളൊന്നും ഇല്ലാണ്ടായപ്പോ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചപ്പോ അതിന് ആര് സമ്മതിച്ചില്ല? ബ്രിട്ടീഷുകാർ സമ്മതിക്കാതിരിക്കുകയും കിട്ടൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കുകയും ചെയ്തു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിവെച്ചു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ ഒത്തുരുകിയ കടാരയെടുത്ത് നിഷ്പ്രയോജനകരമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് താൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് മുറിച്ചെടുത്ത അവയഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. കണ്ടോ? അപ്പോ KSICL ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് വേണ്ടി അയച്ച ഈ കൃതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണത്. അപ്പൊ അത്രയും എന്താ പറയുന്നത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കൊടുക്കിയ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കും. കാരണം എന്താ, തന്റെ കൈയിന്റെ ഒരു ഭാഗം കൈ അങ്ങോട്ട് വിട്ടപ്പോ അത് വെട്ടിമാറ്റി ആർക്കാണ്? ഗംഗാമാതാവിന് സമർപ്പിക്കുകയാണ് കൺവർ ചെയ്തത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൺവർ സിംഗിന്റെ വാക്കുകളാണിത്. നമുക്കറിയാം അല്ലെ, കൺവർ സിംഗിനെ കുറിച്ച് നമുക്ക് അറിയാം. എന്തിനാ അദ്ദേഹം പോരാടിയെന്നാ ചോദിക്കണേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായി അല്ലെ. അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു എന്ത് 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിച്ചു. സാധാരണക്കാര്, കർഷകര്, കൈത്തൊഴിലാളികാര്, അതുപോലെ നാട്ടുരാജാക്കന്മാര്, സൈനികര്, ഭൂപ്രഭുക്കര്, എല്ലാ വിഭാഗങ്ങളും ഇതിൽ പങ്കെടുത്തു. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ കാരണം ബ്രിട്ടീഷുകാരുടെ ദുർഭരണമാണ് അല്ലെ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും സാമ്രാജ്യ വികസനവും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥയുണ്ട്. അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് രാജ്യത്തിൽ സ്ഥിരമായി കൊണ്ടുവരണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായൊന്നും സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്തു സംഗതിയാലേ, കമ്പനി ചെലവില് കമ്പനി നമ്മുടെ ചെലവിൽ നമ്മുടെ അവിടെ താമസിക്കുക, സൈനികർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുക, നമുക്ക് ആരായിട്ട് ഒരു ബന്ധവും പാടില്ല അല്ലെ. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും ചെയ്യാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അതായിരുന്നു എന്തെന്ന് പറയുന്നത്, സൈനിക സഹായ വ്യവസ്ഥ. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് ലാപ്സ് അഥവാ ദത്താവകാശ നിരോധന നിയമം. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശിയില്ലാത്ത ആൺമക്കളില്ലാതെ മരിച്ചാല് മറ്റൊരു കുടുംബത്തിൽ നിന്നൊരു ആൺകുട്ടിയെ ദത്തെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ഇതോടുകൂടി ഇതിങ്ങനെ ദത്തെടുക്കാൻ പറ്റാതായി. അപ്പൊ അനന്തരാവകാശി ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവും നാട്ടുരാജ്യം. അങ്ങനെ നിരവധി നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതായത് അവധ് എന്ന അവധ് നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു കേട്ടോ. ഇനി അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അതൃപ്തിയായിരുന്നു ഈ 1857 ബ്രിട്ടീഷുകാർ കലാപത്തിന്റെ പ്രധാന കാരണം. നമ്മൾ നേരത്തെയും പറഞ്ഞു, ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും പടയാളികൾ ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ അവർ നൽകിയിരുന്നത്. ഇതില് ഇന്ത്യൻ സൈനികർക്ക് അതൃപ്തിയുണ്ട്. അതായത് എന്താ, ഒരു പന്തിയിൽ രണ്ട് രീതിയിൽ വിളമ്പുക എന്ന് പറഞ്ഞ പോലെ അല്ലെ. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തു. ഈ എൻഫീൽഡ് തോക്കിന്റെ പ്രത്യേകത, അതിലെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. ആ കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു. ഇത് അവരുടെ സൈനികരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബറക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു.
ആരായിരുന്നു? മംഗൾ പാണ്ഡെ. എവിടുത്തെ സൈനികർ? ബാരക്പൂരിലെ. അങ്ങനെ ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ച മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8-ന് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. 1887 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച് ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചക്രവർത്തിയാക്കി അല്ലെ. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളും ഭരണാധികാരികളും കർഷകരും ജനവിഭാഗങ്ങളും എല്ലാം കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കി കൊണ്ട് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമര കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അങ്ങനെ കുറേയധികം കാര്യം ഇവര് ചെയ്തു. അപ്പൊ കലാപം പലയിടങ്ങളിലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. കൂടാതെ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അങ്ങനെ ഇതാണ് കൻവർ സിംഗിന്റെ കഥ നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ധാരാളം ദേശസ്നേഹികൾ നമ്മുടെ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ കലാപം നടത്തിയതാണ്. നമ്മൾ എവിടേക്കാന്നാ പറയുന്നത്? ഡൽഹിയിൽ നേതൃത്വം നൽകി ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനും അല്ലെ. ഇനി ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, അതുപോലെ തന്നെ കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹല്, ബീഹാറിലെ ആറയില് കൻവർ സിംഗ്, ഇവരൊക്കെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോ റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ ഭരണാധികാരിയാണ്. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനാണ്. അദ്ദേഹം ഗൊറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ബീഗം ഹസ്രത്ത് മകൾ അവധിലെ ഭരണാധികാരിയാണ്. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ ഒരു കർഷക പ്രഭുവാണ്. ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപകാരികൾ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എവിടേക്ക് നാട് കടത്തി? അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു. എവിടേക്ക് നാട് കടത്തി? റങ്കൂണിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തു. ഇനി അപ്പോ അടുത്തത് ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്കുണ്ട്. 1887 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. കലാപം ഉത്തരേന്ത്യയിൽ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിരുന്നു. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികൾക്ക് മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കലാപത്തിലെ ഇന്ത്യയിലെ മധ്യവർഗം കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. ഇതൊക്കെ 1857 കലാപം എന്താ പറയുന്നത്? ഇതിൽ നമ്മൾ പരാജയപ്പെടാൻ കാരണമായി. 1887 ബ്രിട്ടീഷ് കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്താൻ കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇവിടെ അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറലിന് പകരം വൈസ്രോയി എന്ന പദവി വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇതിനെ വഴിതെളിച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് എന്താണ് ചരിത്രത്തിൽ ഇടം നേടാൻ കാരണം 1857 വിപ്ലവം. ഇനി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തില്. ഇവിടെ ഒരു കാര്യം കൂടി ഇവിടെ പഠിക്കുന്നുണ്ട്. മോഹൻ സിംഹെ 1857, കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, അതുപോലെ ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പൊ മോഹൻ സിംഹയുടെ 1857 കേതൻ മെഹത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും ഇതുമായിട്ട് 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എട്ടാമത്തെ അധ്യായത്തിലെ SCERTയിലെ 8ാമത്തെ അധ്യായത്തിലെ ഫസ്റ്റ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ. അത്യാവശ്യം ഒരു നീളത്തിലുള്ള ക്ലാസ് ആണെന്ന് എനിക്ക് കുറച്ചറിയാം. അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് എടുത്താലാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പതുക്കെ ബോറടിക്കുമ്പോൾ നിർത്തിയിട്ട് പിന്നെ പതുക്കെ കേട്ടാലായിട്ട് മതിയാവും. കാരണം ഇത്തിരി കുറച്ച് പറഞ്ഞ ഇതിങ്ങനെ മുഴുവനായിട്ട് എടുത്താലാണ് നമ്മൾക്ക് ഇത് മുഴുവൻ തീർക്കണ്ടേ, അതായത് നമ്മുടെ പോർഷൻസ് എടുത്ത് തീർക്കണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര വലിയ ക്ലാസ് ആവാനായിട്ടുള്ള കാരണം.
SCRT പാഠഭാഗങ്ങൾ ഇതുപോലെ അടുത്ത ദിവസങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഭംഗിയായിട്ട് കാണുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.